ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് ഐഡിയ വന്നത് നാളെ ന്യൂ ഇയർ ആണ്. അപ്പം എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റി ചോദിക്കാമെന്ന്. അപ്പം നമുക്ക് നോക്കാം ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്. അതെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഞമ്മടെ പ്ലാൻ പോവാ. ഞാനെന്താ പറയാനൊന്നുമില്ല, എന്നാലും പറ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ പറയുന്നതാണ് ചെടികളൊക്കെ അങ്ങനെയൊക്കെ. ആ വണ്ണം കുറയ്ക്കണം, പിന്നെ ചെടികളൊക്കെ നടണം, എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. ഓക്കെ. ഹലോ, അപ്പം ന്യൂ ഇയർ ആയിട്ട് നിന്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് പറയാമോ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നുള്ള പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. എവിടോ പൂച്ചക്കുഞ്ഞിന്റെ സൗണ്ട്. അയ്യോ, അത് മണ്ടയ്ക്ക് പോയി. ഭയങ്കര കൊടുങ്കാറ്റ് ഒക്കെയാണ് ഗൈസ്. എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ തോന്നുന്നില്ലേ? ദുരന്തമാവാണ്ടിരുന്ന കാര്യം. ഞാൻ ന്യൂ ഇയറിന്റെ റെസൊല്യൂഷൻ പറ. പനി പിടിച്ചു ഗൈസ്. പനി നോക്കും. ന്യൂ ഇയർ ആയിട്ട് എന്താ ഇവക്കൊന്നും നന്നായിക്കൂടെ? ഇവള് നന്നാവൂല. എപ്പ വിളിച്ചെന്നറിയ ഇവള് 11 മണിക്കാണ് എണ്ണീക്കുന്നത്. ഇത്രയും നേരമായിട്ട് ഇവളാണെങ്കിൽ ഉറക്കം തന്നെ. കഴിക്കൽ ഇപ്പോഴാണ്. ഒരു കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ 1/4 മണിക്കൂർ എടുക്കും ഇങ്ങനെ കൊത്തി കോഴിയോ? അതിന്റെ കാര്യല്ലേ. എനിക്ക് എന്റെ കസിൻസിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇതെന്നാണ് ഇട്ടാ ഞാൻ ഇടാം. ന്യൂ ഇയർ ആയിട്ട് പറ. ചിച്ചുവിന്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്, 6-ാം തീയതി. ഹാപ്പി ബർത്ത്ഡേ. എടുക്കും എല്ലാരും ഓടി. എന്റെ പറച്ചിൽ എല്ലാരും ഓടി. അയ്യോ, എപ്പോഴും പോലെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ സാധാരണ നടക്കുന്നത് പോലെ വെള്ളപ്പൊക്കവും വേനലും വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പിന്നെ എങ്കിലും ഇനിയും അങ്ങനെയൊന്നും കൂടുതൽ സംഭവിക്കാതെ നല്ലൊരു വർഷം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. വലുതായിട്ട് നമുക്ക് കോളേജിലൊക്കെ പോയി പഠിക്കണം, ജോലിയൊക്കെ വാങ്ങണം, എന്നിട്ട് പുതിയൊരു സൈക്കിൾ വാങ്ങണം, കാറ് വാങ്ങണം, എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. അങ്ങനെ എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ ചോദിച്ച് അവസാനം എനിക്ക് മീൻ വാങ്ങിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ് ഗൈസ്. മാമന്റെ ന്യൂ ഇയറിന്റെ പ്ലാനുകളാണ് മാമൻ പറയുന്നത്. പറഞ്ഞോ. ഹാപ്പി ന്യൂ ഇയർ. മാമൻ അത്രയും പറയണേ. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം എൻ്റെ റെസൊല്യൂഷൻ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞായിരുന്നത്. എൻ്റെ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കിടന്ന് ഉറങ്ങുക. അതാണ് മെയിൻ. പിന്നെ എനിക്ക് ഒന്നെങ്കിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ യോഗ. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റണം എന്ന ആഗ്രഹമുണ്ട്. അത് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അത് നടക്കാറേ ഇല്ല. കേട്ടോ, നടക്കാൻ സാധ്യതയൊന്നുമില്ല എല്ലാ ദിവസത്തെ പോലെ തന്നെ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് നോക്കാം. പിന്നെ ഞാൻ വ്ളോഗൊക്കെ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിലാണ് എൻ്റെ കസിൻ കുക്കു നമുക്ക് കേക്കുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാം. ഇത് നമ്മൾ പ്ലാൻ അല്ലായിരുന്നു, ഇത് സംഭവിച്ചു പോയി. കുക്കു പറയൂ, ഹാപ്പി ന്യൂ ഇയർ പറയൂ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ഗായ്സ്, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാം. ഓക്കെ. വെയിറ്റ്.